കഴിഞ്ഞ മാസം ജൂൺ 12-ന് ഏകദേശം ഉച്ചക്ക് 1:39 സമയത്ത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് AI-171 അപകടത്തിൽപ്പെട്ടു. വലിയ ദുരന്തമുണ്ടായി. 242 യാത്രക്കാരിൽ 241 പേരും കൊല്ലപ്പെട്ടു. ലോകത്തെ ഞെട്ടിപ്പിച്ച വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഈ അഹമ്മദാബാദ് എയർ ഇന്ത്യയുടെ വിമാന ദുരന്തത്തെ കാണുകയും അത് സംബന്ധമായ രീതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു ഇന്ത്യ ഗവൺമെന്റ് ഒരു തലത്തിൽ, എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു തരത്തിലുള്ള അന്വേഷണം. അങ്ങനെ എവിടെയും ഒരു രൂപത്തിലെത്താൻ പറ്റാത്ത രീതിയിലുള്ള അന്വേഷണ പ്രക്രിയകളും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ പോകുന്നു. ഒരുപാട് ദുരൂഹതകൾ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നു. ഒരാൾ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. രമേശ് വിശ്വാസ് കുമാർ, ബ്രിട്ടൻ ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയാണ്. അദ്ദേഹം രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പിന്നീട് വേറെ ദുരന്തങ്ങൾ ഉണ്ടായി. അതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തി. പിന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, ജയിൽ അടിച്ചു എന്നും പറയുന്നുണ്ട്. അത് വിശ്വാസ്യമായിരിക്കുന്ന റിപ്പോർട്ടൊന്നും ആയിട്ടല്ല. പക്ഷേ ഇതിലുള്ള വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ കൃത്യമായിരിക്കുന്ന കാരണങ്ങൾ ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിമാനം അപകടത്തിൽപ്പെടുന്നതോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന ബിൽഡിംഗ് തകർന്നുകൊണ്ട് അതിന് തീപിടുത്തം ഉണ്ടായി. അതിൽ 19 പേരും കൊല്ലപ്പെട്ടു. മൊത്തം മരണസംഖ്യ 260 ഉയർന്നു. പിന്നെ ഒരുപാട് ആൾക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേറെയും പുറത്തു വരുന്നു. അതോടനുബന്ധിച്ചുള്ള ചില റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത് ബ്ലാക്ക് ബോക്സ് തുറന്നുകൊണ്ടുള്ള പരിശോധന നടത്തിയതിൽ നിന്ന് മനസ്സിലായിരിക്കുന്ന ചില സംഭാഷണങ്ങളെല്ലാം പൈലറ്റും കോ പൈലറ്റും തമ്മിലുള്ള സംഭാഷണങ്ങൾ അതിൽ വളരെ കൃത്യമായ രീതിയിൽ മുയച്ചു നിൽക്കുന്നു. അതിൽ ഇന്ധനം വരുന്ന പൈപ്പ് ലൈൻ ഓഫ് ആക്കിയതായിട്ട് കാണുന്നു. അങ്ങനെ പൈലറ്റ് കോ പൈലറ്റിനോട് ചോദിക്കുന്നതായിട്ടാണ് പറയുന്നത് ഇതാരാണ് ഓഫ് ആക്കിയത് എന്നുള്ളത്. അയാൾ പറയുന്നു എനിക്കറിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ആർക്കാണ്? പൈലറ്റിനും കൂടെ കോ പൈലറ്റിനും. വളരെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ പൈലറ്റാണ്. പൈലറ്റിന്റെ നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് നിർണായകം. അതിനപ്പുറം കോ പൈലറ്റിന്റെ അഭിപ്രായങ്ങളൊന്നുമില്ല. കൂടെ നിന്ന് സഹായിച്ചു കൊടുക്കുക എന്നതിനപ്പുറമായ രീതിയിൽ കോ പൈലറ്റിന് ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ കോ പൈലറ്റ് വേണമെങ്കിൽ ഓഫാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ആൾ ഓഫാക്കിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് പൈലറ്റ് തന്നെയാണ് ഓഫാക്കിയത് എന്നുള്ള സംശയം നിലനിൽക്കുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വരുന്നു. മീഡിയകളൊക്കെ ഇതിന്റെ ശരികളും തെറ്റുകളും അതല്ലെങ്കിൽ ഇതിന്റെ പോരായ്മകൾ ഇത് ഉയർന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ ചർച്ചയിൽ വരുന്നതാണ്. ഇത് തൊട്ടടുത്ത ദിവസമാണ് ഇതിന്റെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിച്ചത്. ആ പരിശോധന നടത്തിയ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ അവരെയും ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തി അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു. ഫ്യൂവൽ എഞ്ചിൻ ഓഫായതാണ് പ്രധാനമായിരിക്കുന്ന ദുരന്തം ഉണ്ടാവാൻ കാരണമെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓഫാകുകയില്ല. പിന്നെന്ത് ചെയ്യണം? ഇതാരെങ്കിലും ഓഫാക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ആരാണ് ഓഫാക്കിയത്? ഇത് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന യാത്രകളിൽ ഒന്നാണ് വിമാനയാത്ര എന്ന് കരുതുന്നു, അങ്ങനെ പറയപ്പെടുന്നു. പക്ഷെ അതിനപ്പുറം കുറച്ചും കൂടി ലളിതമായ രീതി അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ പറയുകയാണെങ്കിൽ വളരെ വേഗത്തിലെത്താൻ സൗകര്യപ്പെടുന്ന ഒരു യാത്രയാണ് വിമാന സർവീസ് എന്ന് മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ മറ്റുള്ള ദുരന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ അപൂർവമാണ്. അതിനെ നിയന്ത്രിക്കുന്ന ഒറ്റ വ്യക്തി മാത്രമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. മറ്റ് പല ദുരന്തങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ വിമാന ദുരന്തം പോലെ അല്ല ഉണ്ടാവാറുള്ളത് എന്നതിനാൽ ഈ പൈലറ്റുമാർക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയോ വിഷയോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഒരു നിമിഷം കൊണ്ട് കൊല്ലാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ദുരന്തത്തെ ഉണ്ടാക്കിക്കൊണ്ട് അവരില്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരേ ഒരു സംവിധാനം ലോകത്തുനിന്ന് വിമാന സർവീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? അവരെ നിർബന്ധമായ രീതിയിൽ കൗൺസിൽ ചെയ്യൽ അത്യാവശ്യമാണ്. അവരുടെ മാനസികപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അറിയാത്ത രീതിയിൽ ഒരു വിമാനമൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയ ദുരന്തം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളൊരു കഴിഞ്ഞ കുറച്ച് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന വിമാന ദുരന്തം അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന വിമാന ദുരന്തം എടുത്ത് പരിശോധിച്ചാൽ അപൂർവമായിരിക്കുന്ന ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2024 ഡിസംബർ 29-ന് ഈ സൗത്ത് കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിമാനം ഉണ്ടായി. ജെജു എയർ ഫ്ലൈറ്റ് ആണ്. 181 യാത്രക്കാരിൽ 179 പേരും കൊല്ലപ്പെട്ടു. ഇനി നമ്മൾ ട്രെയിൻ ദുരന്തവും കപ്പൽ ദുരന്തവും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ അതിൽ 2023 ജൂൺ മാസം 2-ാം തീയതി ഒഡീഷയിൽ ഉണ്ടായതാണ് ഏറ്റവും വലിയ ദുരന്തമായിട്ട് കണക്കാക്കുന്നത്. 3 ട്രെയിനുകൾ പരസ്പരം കൂട്ടിമുട്ടി 296 പേർ മരണപ്പെട്ടു. 2015 ജൂൺ 1-ന് ചൈനയിൽ ഒരു കപ്പൽ ദുരന്തം ഉണ്ടായി, 454 പേർ മരണപ്പെട്ടു. നമ്മൾ വിമാന ദുരന്തവും കപ്പൽ ദുരന്തവും ട്രെയിൻ ദുരന്തവും
കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സേവന മേഖലയാണ്. ഇതിൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ട്രെയിൻ ദുരന്തം ഉണ്ടായാലും അതിൽ അപൂർവമായിരിക്കുന്ന ആളുകൾ മാത്രമാണ് കൊല്ലപ്പെടുക. വലിയ മഹാഭൂരിപക്ഷം രക്ഷപ്പെടും. അതിൻ്റെ ബോഗികൾ അങ്ങനെയാണ്, അതിൻ്റെ സംവിധാന കാര്യങ്ങൾ അങ്ങനെയാണ്, ആ രീതിയിലാണ് പോകുന്നത്. ഇനി കപ്പൽ ദുരന്തമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിലും കൂടുതൽ ആൾക്കാരും രക്ഷപ്പെടും. അപൂർവമായിരിക്കുന്ന ആൾക്കാരാണ് മരണപ്പെടുക. രക്ഷപ്പെടാനുള്ള ഒരുപാട് സംവിധാന കാര്യങ്ങളോ അത് ഓടിക്കുന്ന ആൾ വിചാരിച്ചാൽ പോലും അപകടത്തിൽ പെടട്ടെ എന്ന് കരുതിയാൽ പോലും അതിൽ യാത്രക്കാരെ മുഴുവനും കൊല്ലാൻ വേണ്ടി സാധിക്കാത്ത വിധം അത് ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് സൗകര്യമുണ്ട്. ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ 1912 ഏപ്രിൽ 14 ഉണ്ടായിരുന്ന ഈ ടൈറ്റാനിക് ദുരന്തമാണ്. നോർത്ത് അറ്റ്ലാന്റിക്കിനോട് അനുബന്ധിച്ച് ഐസ് കട്ടയിൽ ഇടിച്ച് തകർന്നിരിക്കുന്ന ടൈറ്റാനിക് ദുരന്തം. അതിൽ 2224 യാത്രക്കാരുണ്ടായിരുന്നു. 1500 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ബാക്കി 710ഓളം പേർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തമായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. ആ ദുരന്തത്തിൽ പോലും 710 ആൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള വിമാനയാത്രയിനെ അപേക്ഷിച്ചുകൊണ്ട് കുറച്ചും കൂടി സേഫ്റ്റിയും സുരക്ഷിതത്വം കപ്പലിനാണ് അല്ലെങ്കിൽ ട്രെയിനാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ 3 എണ്ണം വിലയിരുത്തുന്ന സമയത്ത് ലോകത്തിലെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ യാത്രാ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൊന്ന് വിമാനം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എത്താൻ വേണ്ടി സാധിക്കും എന്നതാണ് അത് ഏറ്റവും വലിയ ഗുണം. തിരക്ക് പിടിച്ച ലോകത്ത് തിരക്ക് പിടിച്ച മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാവിധം ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഇതിനെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൽ 150 അല്ലെങ്കിൽ ഒരു 75 മുതൽ ഏകദേശം 400, 500, 600 ആൾ യാത്രക്കാരൊക്കെ സഞ്ചരിക്കുന്ന വിമാനങ്ങളുണ്ട്. ഒരുപക്ഷെ അതിൽ കൂടുതലുള്ളതും ഉണ്ടാവാം. ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ട്രെയിനിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ട്രെയിൻ കൊണ്ടുപോയി കൂട്ടിയിടിച്ചാൽ ഒരുപാട് ആൾക്കാർ അവിടെ മരണപ്പെടുന്നില്ല. കപ്പൽ കൂട്ടിയിടിച്ചാലും മരണപ്പെടുന്നില്ല. രക്ഷപ്പെടാനുള്ള ഒരുപാട് പഴുതുകളും ഒരുപാട് വഴികളും ഒരുപാട് മാർഗങ്ങളും ട്രെയിനിലും കപ്പലിലും ഉണ്ട്. വിമാനത്തിൽ അതില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ സമയത്ത് വിമാനം ഓടിക്കുന്ന പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു മാനസികമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടാവുകയോ ഇനി താൻ ജീവിക്കണ്ട എന്ന് അങ്ങനെ തോന്നുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ ആ വിമാനത്തിൻ്റെ അകത്ത് 600 യാത്രക്കാരുണ്ടെങ്കിൽ 600 യാത്രക്കാരെയും ഒരേ സമയത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പൈലറ്റിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥയും സ്ഥിതി കാര്യങ്ങൾ 25 വർഷം അല്ലെങ്കിൽ 30 വർഷമൊക്കെ പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 45 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, 50 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മനുഷ്യന്റെ മനസ്സ് എപ്പോഴാണ് മാറാമെന്ന് പറയാൻ പറ്റില്ല. അവരുടെ മാനസിക വിഷയങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതൊന്നും യഥാർത്ഥത്തിൽ ഈ വിമാന കമ്പനികൾക്ക് ഈ പൈലറ്റിന്റെ ജീവിത രീതികളും അവസ്ഥകളും സാഹചര്യങ്ങളും ഒട്ട് മനസ്സിലാക്കിയില്ല. അങ്ങനെ ചോദിക്കാനുള്ള സംവിധാനമില്ല. ഈ സംവിധാനം ഉണ്ടാവുകയാണ് വേണ്ടത് നിർബന്ധമായിട്ട്. അപ്പൊ തന്നെ ഏറെക്കുറെ ഓരോരുത്തരുടെ അവസ്ഥാ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാകുന്ന സമയത്ത് ഇയാളെടുത്ത് വിമാനം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ ഈ കോ പൈലറ്റായിട്ട് കൂടെ വരുന്ന ആള് പെർമനന്റ് ആയിരിക്കുന്ന ആളായി മാറാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കൽ നിർബന്ധമാണ്. ഇപ്പോഴത്തെ ഇവിടെ ഗുജറാത്തിൽ നടന്നിരിക്കുന്ന ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പൈലറ്റുമാർ പരസ്പരം അങ്ങോട്ട് വരുന്ന ഇന്ധനം ഓഫാക്കിയെന്ന ഫ്യൂവൽ സ്വിച്ച് ഓഫാക്കിയെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. മരണത്തിന്റെ തൊട്ട് മുൻപ് അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു പൈലറ്റിന് മാനസികമായിട്ട് എന്തെങ്കിലും വിഷയം തോന്നുന്നു, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, അല്ല എനിക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ട്, ഇത്രയും ആൾക്കാരൊക്കെ എങ്ങനെ അങ്ങനെ സൂഹിച്ച് ജീവിക്കേണ്ട, അവർ വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കേണ്ട, ഏതായാലും ഇത് ഞാൻ നശിപ്പിക്കാമെന്ന് തോന്നിയാൽ അയാളുടെ മാനസികപരമായിരിക്കുന്ന ഒരു പ്രശ്നം കാരണം ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും ഒരേ സമയത്ത് കൊല്ലപ്പെടുന്നു എന്നുള്ളത് ഒരു ദയനീയമായിരിക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല വിമാന ദുരന്തത്തിൽ മരണപ്പെടുക എന്ന് പറയുന്നത് കത്തിക്കരിഞ്ഞ രീതിയിലാണ് പല ഘട്ടങ്ങളിലും ഉണ്ടാവുക. അവരുടെ മൃതദേഹം തിരിച്ചറിയണമെങ്കിൽ തന്നെ പിന്നീട് DNA പരിശോധന നടത്താൻ ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളുണ്ടാവും. വിമാനം തകരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിത്തെറിക്കുകയും കത്തിച്ചെതറുകയും ചെയ്യും. മനുഷ്യൻ അങ്ങനെ തന്നെ വെന്ത് കരിഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് വിമാന ദുരന്തത്തിൽ ലോകത്ത് എല്ലാ സ്ഥലത്തും കണ്ടിട്ടുള്ളത്, കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അപകട ദുരന്തങ്ങൾ വല്ലാത്ത രീതിയിൽ എഞ്ചിൻ ഫെയിലർ ആകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ടയറിന് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്നതോ അതൊക്കെ സ്വാഭാവികപരമായ രീതിയിൽ എല്ലാ വാഹനത്തിനും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ അപ്രതീക്ഷിതമായ രീതിയിൽ പൈലറ്റിന്റെ മാനസികപരമായിരിക്കുന്ന വിഷയം കാരണത്താൽ എത്രമൊരു ദുരന്തം ഉണ്ടായാൽ അതിനെ തടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇരയാകുന്നത് പാവപ്പെട്ട സാധാരണക്കാരാണ്. 100 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ 100 കുടുംബം അനാഥായി എന്ന് മാത്രമല്ല, അവിടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി എന്നുള്ള അതിൻ്റെ അർത്ഥം. ഈ യാത്രയിൽ നോക്കൂ, ഈ യാത്രയിൽ 242 യാത്രക്കാർ
അവിടെ ഈ ആ, ഈ വിമാന ജീവനക്കാരടക്കം അതിൽ 241 പേരും കൊല്ലപ്പെട്ടു. 241 കുടുംബം അനാഥമായി. അവരുടെ ആഗ്രഹങ്ങളും ജീവിതങ്ങളും അങ്ങനെ തന്നെ കത്തിക്കരിഞ്ഞു പോയി. മാത്രമല്ല അതിനോടനുബന്ധിച്ച് ഡോക്ടറായിട്ട് MBBS പഠിക്കാൻ വേണ്ടി നിന്നിരുന്ന കുട്ടികളുടെ ഹോസ്റ്റലിന് നേരെ ദുരന്തമുണ്ടാകുന്നു. അതിൻ്റെ മേലാണ് ഇടിച്ച് ഇറക്കുന്നത്. അപ്പോൾ 19 പേർ അവിടെയും മരണപ്പെട്ടു. നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല. ഒരു പൈലറ്റിന്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കേണ്ടെന്ന് തോന്നിയാൽ അവൻ എന്ത് ചെയ്യാനും വേണ്ടി പറ്റും. എൻ്റെ മരണം ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല എന്ന് ഒരു സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ തോന്നി മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഇപ്പോഴത്തെ കാലത്തൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതാണ്. അപ്പോൾ എന്തും ചെയ്യാൻ പിന്നെ പറ്റും. അപ്പോൾ ഒരു പൈലറ്റിനാണ് തോന്നുന്നെങ്കിലോ ഏതായാലും ഞാൻ അവിടെ സന്തോഷത്തോടു കൂടി പോട്ടെ, അങ്ങനെ ഞാനും അടക്കം ഈ യാത്രക്കാർ മുഴുവൻ തീരട്ടെ എന്ന് തോന്നിയാൽ വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ്. പൈലറ്റുമാർക്ക് നിർബന്ധമായ രീതിയിൽ സൈക്കോളജിക്ക് ട്രീറ്റ്മെൻറ്റ് നൽകണം എന്നുള്ളത് അനിവാര്യമാണ്. ഗുജറാത്തിൽ നടന്നിരിക്കുന്ന ദുരന്തത്തോടനുബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഏതെങ്കിലും തരത്തിലൊരു മാനസിക വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് പൈലറ്റുമാർ മാറുന്നൊരു സ്ഥിതിയാണ് ഇവിടെ നമുക്ക് 2 പൈലറ്റുമാരുടെ സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ കാര്യത്തിലൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് വിമാന കമ്പനി പ്രവർത്തിക്കണം, സർക്കാർ പ്രവർത്തിക്കണം, സന്നദ്ധ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം. അന്താരാഷ്ട്ര തലത്തിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടക്കൽ നിർബന്ധമാണ്. അതല്ലാത്തതിൽ ഉയർന്ന് പൊന്തുന്നു, അപ്പോൾ തന്നെ താഴെ വീഴുന്നു, കത്തി നശിക്കുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു, ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു. കംപ്ലീറ്റ് ദുരന്തമാണ്. 242 യാത്രക്കാരിൽ 241 പേരും മരണപ്പെടുന്നു. ഒരാൾ മാത്രം എമർജൻസി ഡോർ തുറന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നു, പുറത്തോട്ട് ചാടുന്നു. ചെറിയ പരിക്കുകളോടെ അയാളിങ്ങനെ ഈ ഗ്രൗണ്ടിലൂടെ, വിമാനം തകർന്ന് വീണ ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു. എന്താ സംഭവം നടന്നത് നമുക്കറിയില്ല കേട്ടോ. അത് പിന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യേണ്ട കാര്യമാണ്, നമുക്കൊന്നും അറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ പൈലറ്റുമാർക്ക് മുഴുവൻ സൈക്കോളജിക്ക് ട്രീറ്റ് കൊടുക്കുകയും അവരുടെ മാനസികാവസ്ഥ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവർക്കൊരു വിമാനം വിട്ടുകൊടുക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.